ലോകത്തെ നടുക്കി ഇറാനിലെ ആകാശത്തു നിന്നും കറുത്ത വിഷത്തുള്ളികൾ പെയ്തിറങ്ങി. രാജ്യത്തെ പ്രമുഖ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും സംഭരണികൾക്കും നേരെയുണ്ടായ ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്നാണ് കറുത്ത മഴ എന്ന അപൂർവവും വിനാശകാരിയുമായ പ്രതിഭാസമുണ്ടായത്. ലോകത്തെ നടുക്കിക്കൊണ്ടായിരുന്നു ഇറാനിലെ ആകാശത്തു നിന്നും കറുത്ത വിഷത്തുള്ളികൾ പെയ്തിറങ്ങിയത്. രാജ്യത്തെ പ്രമുഖ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും സംഭരണികൾക്കും നേരെയുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തെ തുടർന്നാണ് കറുത്ത മഴ എന്ന അപൂർവവും എന്നാൽ വിനാശകാരിയുമായ പ്രതിഭാസമുണ്ടായത്. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണി ഉയർത്തുന്ന ഈ ദുരന്തം മനുഷ്യൻ നടത്തുന്ന യുദ്ധങ്ങൾ എങ്ങനെ പ്രകൃതിയുടെ ശ്വാസകോശത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി തന്നെ മാറുകയുമാണ്. ലക്ഷക്കണക്കിന് ടൺ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കത്തിയമർന്നപ്പോൾ ഉണ്ടായ കനത്ത പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ മേഘമായി കലർന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമായതും. സാധാരണ മഴയിൽ നിന്നും വ്യത്യസ്തമായി ചെളിയും എണ്ണമയവും കലർന്ന കറുത്ത നിറത്തിലുള്ള ദ്രാവകമാണ് ഭൂമിയിലേക്ക് ചെന്ന് പതിച്ചത്. ഇത് കേവലം ഒരു കാലാവസ്ഥാ വ്യതിയാനമല്ല, മറിച്ച് വായുവിലും മണ്ണിലും ജലത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക തകർച്ചയാണെന്നും ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധമുഖങ്ങളിൽ എണ്ണക്കിണറുകളും ശുദ്ധീകരണശാലകളും ലക്ഷ്യം വെക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ക്രമരഹിതമായ ജ്വലനം തന്നെയാണ് പുകയെ ഇത്രത്തോളം അപകടകാരിയാക്കുന്നത്. എഞ്ചിനുകളിൽ നടക്കുന്ന നിയന്ത്രിതമായ ജ്വലനം പോലെയാകില്ല പുറത്തെ വലിയ തീപിടുത്തങ്ങൾ. അവിടെ ഇന്ധനം പൂർണ്ണമായും കത്തിയമരാതെ വൻതോതിൽ ഹൈഡ്രോ കാർബണുകളും ചാരവും വായുവിലേക്ക് പുറന്തള്ളപ്പെടും. പുകയിലെ ഈ കരിയും സൂക്ഷ്മ കണികകളും അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുകയും മഴത്തുള്ളികൾ രൂപപ്പെടാനുള്ള കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുതന്നെയാണ് മഴയെ കറുത്തതാക്കി മാറ്റുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.